ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ പഠിക്കുന്നത് പേപ്പർ ബോർഡ്സ് എന്നുള്ള പാഠഭാഗമാണ്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അനയുടെ ഡയറി എഴുതാനുണ്ട്, നിങ്ങളുടെ തന്നെ ഒരു ഡയറി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഫാറ്റ് ബോയുടെ ഡയറിയും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് വരാം. അതിനു മുന്നേ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ ടീച്ചർ നമുക്കൊരു കവിത പാടി തരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്മൈലൊക്കെ കൊടുക്കാം. അതുപോലെ ഇഫ് യു ആർ സാഡ് ആൻഡ് യു നോ ഇറ്റ്സ് ഓക്കെ ടു ക്രൈ. സങ്കടം വരുമ്പോൾ നമുക്ക് കരയാം അല്ലേ? അതുപോലെ ഇനി ദേഷ്യം വരുമ്പോൾ ഇഫ് യു ആർ ആംഗ്രി ആൻഡ് യു നോ ഇറ്റ് ഡോണ്ട് ഷൗട്ട്. നിങ്ങൾ ദേഷ്യം വരും നേരം ആരെയും ഷൗട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സോങ് ആണ്. അപ്പോൾ ഇത് പാടി നിങ്ങൾ എൻജോയ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം വിവിധ എക്സ്പ്രഷൻസ് ഉള്ള ഓരോ ഫേസുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അനയുടെ ഫേസ് കാണിച്ചു തരുന്നുണ്ട്. യെസ്, അപ്പോൾ അന എന്താണ്? ഹാപ്പി ഗേൾ ആണ് അല്ലേ? അടുത്തത് നമുക്കൊരു ദേഷ്യം പിടിക്കുന്ന അനയുടെ ഫോട്ടോയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എക്സ്പ്രഷൻ ആണ് അവിടെ പറയേണ്ടത്? യെസ്, ആംഗ്രി ഗേൾ. അടുത്തത് രണ്ട് ഫ്രണ്ട്സ് ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ആണ് അല്ലേ? എന്താണ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കുക? യെസ്, ലവിങ് ഫ്രണ്ട്സ്. നല്ല സ്നേഹമുള്ള രണ്ട് ഫ്രണ്ട്സ് ആണല്ലേ? അടുത്തത് നമ്മുടെ ആൻറ്റിയുടെ ഫോട്ടോ കാണിച്ചു തരുന്നുണ്ട്. എന്തായിരിക്കും നമ്മൾ ആൻറ്റിയെ കുറിച്ച് പറയാ? യെസ്, എ കൈൻഡ് ഓണ്ട് അരുന്ധതി അല്ലേ? അരുന്ധതിയുടെ ആ ഫോട്ടോയാണ് ഇവിടെ കാണുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? യെസ്, ഫാറ്റ് ബോയുടെ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലേ? ഫാറ്റ് ബോയ് എങ്ങനെയുള്ളതാണ്? യെസ്, നോട്ടി ബോയ്. അതിനുശേഷം ടീച്ചർ നമുക്ക് അനയുടെ ഡയറി കാണിച്ചു തരുന്നുണ്ട്. ദെൻ അന അവൾക്ക് അന്ന് അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഈ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് നമുക്ക് അനയുടെ ഡയറി നോക്കാം. ഇതിലെ പ്രത്യേകത എന്താണ്? ഒരു സൈഡിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡേ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഏതാണ്? 25/10/2020 സൺഡേ ആണ് അല്ലേ? അതിനുശേഷം ഡിയർ ഡയറി എന്ന് വെച്ചിട്ടാണ് ഇത് ഇൻട്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അതിനുശേഷം ഡയറിയിൽ അന അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ടുഡേ ഐ ബിക്കേം വെരി സാഡ്. ഇന്ന് ഞാൻ വളരെ സങ്കടത്തിലാണ്. കാരണം എന്താ? ഐ വാസ് പ്ലേയിങ് വിത്ത് മൈ പേപ്പർ ബോർഡ്സ്. ഞാൻ എൻ്റെ പേപ്പർ ബോർഡ്സുമായി കളിക്കുന്നേരം എ ഫാറ്റ് ബോയ് ഓവർടേൺ മൈ ബോർഡ്സ്. ഒരു ഫാറ്റ് ബോയ് എൻ്റെ ബോർഡ്സൊക്കെ മറിച്ചിട്ടു. ഐ ബിക്കേം ആംഗ്രി. എനിക്ക് ദേഷ്യം വന്നു. ആൻഡ് റാൻ ഹോം. ഞാൻ വീട്ടിലേക്ക് ഓടുകയാണ്. മൈ ആൻറ്റ് കൺസോൾഡ് മീ. എൻ്റെ ആൻറ്റി എന്നെ ആശ്വസിപ്പിച്ചു. ആൻറ്റ് മെയ്ഡ് ന്യൂ ബോർഡ്സ് ഫോർ മീ. ആൻറ്റി എനിക്ക് പുതിയ ബോർഡ്സ് ഉണ്ടാക്കി തന്നു. ഇത് അനയുടെ ഡയറി കുറിപ്പാണ്. ഇതുപോലെ നമുക്ക് ഫാറ്റ് ബോയുടെ ഡയറി കുറിപ്പ് എഴുതി നോക്കിയാലോ? അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ഡേറ്റ് ഉണ്ടായിരിക്കണം, ആ ഒരു ദിവസം ഉണ്ടായിരിക്കണം, അതുപോലെ എങ്ങനെയാണ് അത് തുടങ്ങുന്നത് എന്നും എഴുതണം. ഇനി നമുക്ക് ഡിയർ ഡയറി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ എഴുതാം. അതുപോലെ നമ്മുടെ ലൈഫിൽ നിത്യവും സംഭവിക്കുന്ന കാര്യങ്ങൾ അതിൽ എഴുതണമെന്നില്ല. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെ സങ്കടപ്പെടുത്തിയതോ സന്തോഷപ്പെടുത്തിയതോ ഒക്കെ ആയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് ഡയറിയിൽ എഴുതേണ്ടത്. ടീച്ചർ നമുക്ക് ഇവിടെ ഒരു കുട്ടിയെ കാണിച്ചു തരുന്നുണ്ട്. അവളുടെ പ്രത്യേകത എന്താ? ആൻ ഫ്രാങ്ക് എന്നാണ് അവളുടെ പേര്. അവൾ സ്വന്തം ഡയറിയിലൂടെ അവൾ അനുഭവിച്ചതും അവളുടെ കാലഘട്ടത്തിൽ മറ്റുള്ളവർ അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ഡയറിയിലൂടെ ലോകത്തെ അറിയിച്ച ഒരു പ്രശസ്തയായ പെൺകുട്ടിയാണ്. അവൾ അവളുടെ ഡയറിക്ക് ഒരു പേരു നൽകിയിരുന്നു. കിറ്റി എന്നായിരുന്നു അവളുടെ ഡയറിയുടെ പേര്. അപ്പോൾ ഡയറിയെ നമുക്ക് എല്ലാം തുറന്നു പറയുന്ന നല്ലൊരു ഫ്രണ്ടായിട്ട് കരുതാം അല്ലെ? ഇനി നമുക്ക് ഫാറ്റ് ബോയുടെ ഡയറി ഒന്ന് എഴുതി നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ഫാറ്റ് ബോയ് എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും? അവൻ അവിടെ ഇരുന്ന് ചിന്തിക്കുകയായിരിക്കും അല്ലേ? അവിടെ അരുവിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, അനയുമായിട്ട് വഴക്കിട്ട കാര്യങ്ങളൊക്കെ അവൻ ചിന്തിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ആ ഫാറ്റ് ബോയ് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും വന്നിട്ടുണ്ടാവുക. അതാണ് ഡയറിയിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഡേറ്റും ആ ഡേയും എഴുതാൻ മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ് എഴുതി, ഡേ എഴുതി. ഇനി നോക്കാം. ഐ സോ എ ഗേൾ ഫ്ലോട്ടിങ് എ പേപ്പർ ബോട്ട്. പേപ്പർ ബോട്ട് ഒഴുക്കുന്ന ഒരു ഗേളിനെ ഞാൻ കണ്ടു. ഐ പൗൺസ്ഡ് അപ്പോൺ ഇറ്റ് ആൻഡ് ഡെസ്ട്രോയ്ഡ് ഇറ്റ്. ഞാനത് പിടിച്ചു വലിച്ചു, അതിനെ നശിപ്പിച്ചു. ദ ഗേൾ സ്റ്റേർഡ് അറ്റ് മീ. ആ പെൺകുട്ടി എന്നെ തുറിച്ചു നോക്കി. ആൻഡ് റാൻ അവേ. എന്നിട്ട് ഓടിപ്പോയി. ടു മൈ സർപ്രൈസ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്നറിയാമോ? ദ ഗേൾ കെയിം ബാക്ക്. ആ പെൺകുട്ടി തിരിച്ചു വന്നു. ആൻഡ് ഗേവ് മീ എ കപ്പിൾ ഓഫ് പേപ്പർ ബോർഡ്സ്. എന്നിട്ട് എനിക്ക് കുറച്ച് പേപ്പർ ബോർഡ്സ് തന്നു. ഐ ഫെൽറ്റ് ഗിൽറ്റി. എനിക്ക് കുറ്റബോധം തോന്നി. വൈ ഡിഡ് ഐ ഡെസ്ട്രോയ് ഹെർ ബോട്ട്. ഞാൻ എന്തിനാണ് അവളുടെ ബോട്ട് നശിപ്പിച്ചത്? വി ഫ്ലോട്ടഡ് അവർ പേപ്പർ ബോർഡ്സ് ഡൗൺ ദ സ്ട്രീം. ഞങ്ങൾ
ആ സ്ട്രീമിൽ പേപ്പർ ബോട്ട്സ് ഇങ്ങനെ ഒഴുക്കി. ഹെർ ബോട്ട് ഗോട്ട് സ്റ്റക്ക്. അവളുടെ ബോട്ട് ഒന്ന് നിന്നപ്പോൾ ആൻഡ് ഐ ഗോട്ട് എ ചാൻസ് ടു ഹെൽപ്പ് ഹെർ. എനിക്ക് അവളെ സഹായിക്കാനുള്ള ഒരു ചാൻസ് ലഭിച്ചു. താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി. ഐ ഗോട്ട് എ ഗുഡ് ഫ്രണ്ട് ടുഡേ. എനിക്കിന്ന് നല്ലൊരു ഫ്രണ്ടിനെ ലഭിച്ചു. ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊരു ഡയറി ഉണ്ടാക്കി നോക്കൂ. ഇനി നമ്മുടെ ഒരു ഡയറി എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡേറ്റ് കൊടുത്തു, November 5 Thursday. ദെൻ ഡിയർ ഡയറി, ഇവിടെ ഡിയർ ഫ്രണ്ട് എന്നും കൊടുക്കാം. ഐ ഡോണ്ട് നോ വെദർ ടു ബി ഹാപ്പി ഓർ സാഡ്. എനിക്കറിയില്ല ഞാൻ സന്തോഷവതിയാണോ അതോ സങ്കടത്തിലാണോ. ഐ തിങ്ക് ഐ ആം സാഡ്. ഞാൻ വിചാരിക്കുന്നു എനിക്ക് സങ്കടമാണ്. ബട്ട് ദെൻ ഐ ആം ഹാപ്പി. പക്ഷേ എനിക്ക് സന്തോഷവുമുണ്ട്. ഡു നോ, എനിക്കറിയാമോ, ഇറ്റ് ഹാസ് ബീൻ ലോക്ക്ഡ് ഡൗൺ സിൻസ് ദ ലാസ്റ്റ് 8 months. ഈ അവസാന 8 മാസമായി നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണ്. ഫസ്റ്റ് ഐ തോട്ട് ഇറ്റ് വുഡ് ബി ഫൺ. ആദ്യം ഞാൻ കരുതി അത് നല്ല രസമായിരിക്കും, അതൊരു ഫണ്ണായിരിക്കും. ബട്ട് നൗ ഐ റിയലൈസ് വൺ തിങ്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു. ഹൗ ഹാപ്പി മൈ സ്കൂൾ ഡേയ്സ് വെർ. എന്ത് രസമായിരുന്നു എൻ്റെ സ്കൂൾ ഡേയ്സ്. ഐ മിസ്ഡ് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. എൻ്റെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ എനിക്ക് മിസ് ചെയ്യുന്നു. ഐ വിഷ് ദാറ്റ് ദ വൈറസ് ജസ്റ്റ് വാനിഷസ്. ഞാൻ വിചാരിക്കുന്ന വൈറസ് എത്രയും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകണം. ആൻഡ് എവറിതിങ് ഗോസ് ബാക്ക് ടു നോർമൽ. എല്ലാ കാര്യങ്ങളും സാധാരണയിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു ഡയറിയുടെ എക്സാമ്പിൾ ആണ്. ഇതുപോലെ നിങ്ങളുടെ മനസ്സിലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡയറി എഴുതി നോക്കണം. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അനയുടെ ഡയറി, അതുപോലെ തന്നെ ഫാറ്റ് ബോയുടെ ഡയറി, അതുപോലെ നമ്മുടേതായ ഡയറി, അതുപോലെ ആ സോങ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടൊന്ന് പാടുവാനും. അപ്പോൾ ഇന്നത്തെ എല്ലാ വർക്കും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.